നമസ്കാരം. തിരുവനന്തപുരം IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ പുറത്ത്. ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിന്റെ ചാറ്റുകളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നീ എപ്പോൾ മരിക്കുമെന്ന് സുഹാസ് യുവതിയോട് ചോദിക്കുന്നതും ചാറ്റിലുണ്ട്. അതിന് ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതി സുഗാന്തിന് മറുപടിയും നൽകിയിരുന്നു. സുഗാന്തിന്റെ ഐഫോണിൽ നിന്നുമാണ് ഈ ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ടെലഗ്രാം വഴി നടത്തിയ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇത് സത്യമെന്ന് തെളിയിക്കുന്ന ചാറ്റുകളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എനിക്ക് നിന്നെ വേണ്ടെന്ന് സുഹാസ് യുവതിയോട് ചാറ്റിൽ പറയുന്നുണ്ട്. എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് യുവതി മറുപടിയും നൽകിയിട്ടുണ്ട്. നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റൂവെന്ന് സുഹാസ് പറയുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി ചാകണമെന്നായിരുന്നു സുഗാന്തിന്റെ മറുപടി. നീ എന്ന് ചാകുമെന്നും ഇയാൾ ചോദിക്കുന്നു. അതിന് തുടക്കത്തിൽ മറുപടി പറയാതിരുന്നതിനെ തുടർന്ന് സുഗാന്ത് ആവർത്തിച്ച് ഇക്കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഓഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതി മറുപടിയും നൽകി. സുഗാന്തിന്റെ ബന്ധുവിന്റെ മുറിയിൽ നിന്നാണ് ഐഫോൺ പോലീസിന് ലഭിക്കുന്നത്. സുഗാന്ത് ഒളിവിൽ പോകുന്നതിന് തലേന്ന് ഈ മുറിയിൽ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഫോൺ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ അതിലെ വാട്സപ്പ്, ടെലിഗ്രാം ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് ഫോൺ പോലീസ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പിന്നീട് വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഫോൺ തിരികെ വാങ്ങി വിദഗ്ധ പരിശോധന നടത്തിയത്. ഫെബ്രുവരി 9 നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ തെളിവുകൾ സഹിതം അന്വേഷണ സംഘം മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ചാറ്റ് നടത്തിയതിന് 1 മാസത്തിന് ശേഷമാണ് യുവതി ജീവനൊടുക്കുന്നത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. സുഗാന്തിനെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തതിൽ പോലീസിനെ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു.